ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം. ഇത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. ഈ വർഷം ഗ്രിഗോറിയൻ കാലണ്ടറിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലും മലയാള കലണ്ടറിൽ ചിങ്ങമാസത്തിലുമാണ് ഓണം ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണ നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയനാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. വർഷത്തിലൊരിക്കലുള്ള ഓണനാളുകൾ ഇതാ വന്നെത്തി കഴിഞ്ഞു. സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ ദിനങ്ങളാണ് ഓരോ ഓണവും നമുക്ക് സമ്മാനിക്കുന്നത്. ഓരോരുത്തർക്കും ഓണത്തെക്കുറിച്ച് പറയാൻ വ്യത്യസ്ത ഓർമ്മകളും അനുഭവ കഥകളും ഒക്കെ ഉണ്ടാകും. എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, ഓണം എന്നത് യഥാർത്ഥത്തിൽ മാവേലി തമ്പുരാന്റെ തിരിച്ചുവരവിന്റെ ആഘോഷം മാത്രമാണ്. നാം ഇന്ന് കാണുന്നതും അറിയുന്നതുമായ വിവിധ ഓണാഘോഷങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ നമ്മൾ അറിയാത്ത ചരിത്ര സത്യങ്ങൾ ഒരുപാടുണ്ട്. ന്യൂ ജനറേഷൻ കാലത്തെ ഓണക്കാഴ്ചകളിൽപ്പെട്ട് മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയ ചില ഓണക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. വർഷത്തിലൊരിക്കലുള്ള ഓണനാളുകൾ ഇതാ വന്നെത്തി കഴിഞ്ഞു. സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ ദിനങ്ങളാണ് ഓരോ ഓണവും നമുക്ക് സമ്മാനിക്കുന്നത്. ഓരോരുത്തർക്കും ഓണത്തെക്കുറിച്ച് പറയാൻ വ്യത്യസ്തമായ ഓർമ്മകളും അനുഭവ കഥകളും ഒക്കെ ഉണ്ടാവും. ഓണക്കാലത്ത് പ്രകൃതിയുടെ മനോഹാരിതയിൽ മഴയ്ക്ക് കൂട്ടായി വയലുകളിൽ ഓണത്തുമ്പിയും ഓണക്കാലത്ത് മാത്രം നാട് സന്ദർശിക്കാൻ എത്തുന്ന മഞ്ഞക്കിളിയും ഒക്കെ എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പ്രകൃതി പോലും മനസ്സുകൊണ്ട് ഓണത്തെ വരവേറ്റിയിരുന്ന കാലമുണ്ടായിരുന്നു നമുക്ക്. എല്ലാം മാഞ്ഞു കൊണ്ടിരിക്കുന്ന ഓർമ്മകൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. പഴയതില്ലെങ്കിലും ഓണം ഇനിയും വരും. നഷ്ടപ്പെട്ടതൊക്കെ കാത്തു സൂക്ഷിക്കാം നമുക്ക്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണനാളുകൾ കൊയ്ത്തിന്റെ ഉത്സവം കൂടിയാണ്. ഇരുളിന്റെ മഴക്കാല മേഘങ്ങൾ പെയ്തൊഴിഞ്ഞ് വിളവെടുപ്പിനാൽ കളപ്പുരകൾ നിറയുന്ന സമയം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ഏറെ നാളത്തെ അധ്വാനത്തിന്റെ ഫലങ്ങളെ ആഘോഷിക്കേണ്ട സമയം. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.